നമ്മൾ 5-ാമത്തെ പേജാണ് അവസാനം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 13-ാം അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യം 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? 2 കൽപ്പനകളുണ്ട്. കർത്താവായ യേശുവിനെ തന്നെ ധരിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥം. ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് വാസ്തവത്തിൽ ആത്മാവിൻ്റെ ഫലം എന്ന പേരിൽ ഗലാത്യർ 5:22-23 വാക്യങ്ങൾ കാണുന്ന 9 കൂട്ടം കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആത്മാ നിറവിൽ മാത്രമേ ആ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, ജഡത്തിനായി ചിന്തിക്കരുത്. ജഡം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്ന ജഡം എന്താണ്? ശരീരമല്ല, പാപപ്രകൃതം. തെറ്റിദ്ധരിക്കല്ലേ. ശരീരം വാസ്തവത്തിൽ പാപമയമല്ല. വേദപുസ്തകം ശരീരത്തെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് പാപമയമല്ല. നമുക്കെല്ലാം നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രകൃത നേച്ചറുണ്ട്. അത് നമുക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഉണ്ട്. അത് ജന്മനാ കിട്ടുന്നതാണ്. അതിന് ട്രെയിനിങ് ആവശ്യമില്ല, ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതാണ് ജഡം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നതായിട്ടിരിക്കുന്നു. 14-ാം അധ്യായം. കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ സമയം നമുക്ക് കിട്ടുകയില്ല. 14-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്തു വെക്കുക. 14-ന്റെ 1-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. റോമർ 10. ഇവിടെ ഒരു വാക്ക്, സംശയ വിചാരങ്ങളെ വിധിക്കാതെ, ഡൗട്ട്ഫുൾ തിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഇവിടെ പറയുന്നത്? സംശയ വിചാരങ്ങൾ. പെട്ടെന്ന് ആ വാക്ക് കേട്ടാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അത്ര മനസ്സിലാകുകയില്ല. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ സംശയ വിചാരങ്ങൾ എന്ന് പറയുന്നത് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു വാചകമാണ്, ഒരു പേരാണ്. സംശയ വിചാരങ്ങൾ. നോട്ട് ടു ഡിസ്പ്യൂട്ട് ഓവർ ഡൗട്ട്ഫുൾ തിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ ഡൗട്ട്ഫുൾ തിങ്സ്? ആ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. രക്ഷയ്ക്ക് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വാദങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്നിവയാണ് സംശയ വിചാരങ്ങൾ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബൈബിളിലേത്. രക്ഷയുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ അടിസ്ഥാന ഉപദേശങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത സെക്കൻഡറി ഇഷ്യൂസ് ഉണ്ട്. എന്നുവെച്ചാൽ അത്ര പ്രാഥമികമല്ലാത്ത പല വിഷയങ്ങളുണ്ട്. അതിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ ആരെയും ജഡ്ജ് ചെയ്യരുത്, വിധിച്ച് അനാത്മികനാണ് അല്ലെങ്കിൽ അവിശ്വാസിയാണെന്ന് പറഞ്ഞ് തള്ളരുത് എന്നാണ് പറയുന്നത്. തിരുവെഴുത്ത്, അടുത്ത വാചകം, തിരുവെഴുത്ത് വ്യക്തമായ ഒരു കൽപ്പന നൽകാത്ത കാര്യങ്ങളാണിവ. പല വിഷയങ്ങളിലും വേദപുസ്തകം നിശബ്ദത പാലിക്കുന്നുണ്ട്. അതിൽ വേദപുസ്തകത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അനേകം നല്ല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില കാര്യം സംശയാസ്പദമായ കാര്യങ്ങളും ഉണ്ട്. ഈ ചിലർ പറയാറുണ്ട്, എന്ത് ചെയ്യണമെങ്കിലും അതെല്ലാം വേദപുസ്തകത്തിൽ അതിന് തെളിവ് വേണം, വാക്യം വേണം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഈ ബൈബിൾ സ്കൂളിനെ കുറിച്ച് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞേക്കുന്നത്? ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്രയോ വർഷമായിട്ട് നടക്കുന്നു. ബൈബിൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പർണോസിൻ്റെ പാഠശാല ഒരു കോൺഫറൻസ് ഹോളാണ്, അവിടെ സുവിശേഷം പ്രസംഗിച്ച കാര്യം, അത് ബൈബിൾ സ്കൂളല്ല. അതുപോലെ സഹോദരിമാരുടെ യോഗം അല്ലെ, സഹോദരി സമാജമൊക്കെ എന്ന് പറഞ്ഞാൽ ആക്റ്റീവാണ്. എവിടെയാണ് വാക്യം? സൺഡേ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ സൺഡേ സ്കൂൾ. കൺവെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അത് ചിന്തിക്കണം. ഈ പറയാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ ചിലരത് ആർഗ്യൂ ചെയ്യാറുണ്ട്, ഇതൊന്നും പറയാത്ത കാര്യങ്ങളാണെന്ന്. ശരി, അതുകൊണ്ട് അത് തെറ്റാണെന്ന് വരുന്നോ? ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നേരത്തെ ഒരു ബ്ലാക്ക് ബോർഡ് വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ പറയാം 3 വാക്കുകൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്നിട്ട് മലയാളം പറയാം. സ്ക്രിപ്ചറൽ എന്നൊരു വാക്കുണ്ട്. സ്ക്രിപ്ചറൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വചനാനുസൃതം. നിങ്ങൾ എഴുതിയെടുത്താൽ മതി, വചനാനുസൃതം. സ്ക്രിപ്ചറൽ എന്ന് വെച്ചാൽ വചനാനുസൃതം. ടോപ്പ് മാർക്കിൽ എഴുതിയാൽ മതി. വചനാനുസൃതം വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ, ഇതിനെയാണ് വചനാനുസൃതം എന്ന് പറയുന്നത്. വചനാനുസൃതം, സ്ക്രിപ്ചറൽ. തീർച്ചയായും
വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ, കൽപ്പനകൾ നാം അനുസരിക്കണം. വചനാനുസൃതമാകണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അൺസ്ക്രിപ്ചറൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വചനവിരുദ്ധം. മലയാളത്തിൽ പറഞ്ഞാൽ വചനവിരുദ്ധം. അത് ചെയ്യാൻ പാടില്ല. വചനാനുസൃതമായ കാര്യങ്ങൾ ചെയ്യണം, വചനവിരുദ്ധമായത് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വ്യക്തമായിട്ടോ പരോക്ഷമായിട്ടോ വിലക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ 13 അധ്യായത്തിൽ വായിച്ചല്ലോ, 13 വായിച്ചല്ലോ, ഇതൊക്കെ ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവയല്ല എന്ന് പറയുന്നുണ്ട്. അതാണ് അൺസ്ക്രിപ്ചറൽ, വചനവിരുദ്ധം. ഈ 2 വാക്കുകളും നമുക്കറിയാം. വചനാനുസൃതമുണ്ട്, വചനവിരുദ്ധമുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ വേറൊരു വാക്കുണ്ട്, നോൺ സ്ക്രിപ്ചറൽ എന്ന് പറയും. വചനേതരം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറയാം. വചനേതരം നമ്മൾ ഇത്ര സാധാരണ ഉപയോഗിക്കുന്ന പദമല്ല, വചനേതരം. അല്ല, NON, നോൺ സ്ക്രിപ്ചറൽ എന്ന് വെച്ചാൽ വചനത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല, വചന നിശബ്ദത പാലിക്കുന്നു. അങ്ങനെയുള്ള അനേക വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ല അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ നോൺ സ്ക്രിപ്ചറലായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ടത് അത് അൺസ്ക്രിപ്ചറലാണോ എന്ന് നോക്കണം. വചനം വിലക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. എന്നാൽ വചനം വിലക്കിയിട്ടില്ല, നിശബ്ദത പാലിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്ന പ്രമാണങ്ങളുമായി യോജിച്ചു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ വലിയ കോൺഫറൻസുകളൊക്കെ നടത്തുന്നത്, സുവിശേഷ യോഗങ്ങൾ നടത്തുന്നു. കൺവെൻഷൻ പറഞ്ഞാൽ സുവിശേഷ യോഗം നടക്കുന്നത്, ക്യാമ്പുകൾ നടത്തുന്നു. അത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം. എന്തിനായി സൺഡേ സ്കൂൾ നടത്തുന്നത്? സൺഡേ സ്കൂൾ തുടങ്ങിയിട്ട് ഒരു 29 വർഷമായുള്ളൂ. അത് വലിയൊരു മിനിസ്ട്രിയാണ്, അത് അത്യാവശ്യമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാൻ പഴയ നിയമത്തിലും കൽപ്പനയുണ്ട്, മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, പുതിയ നിയമത്തിലും ഉണ്ടല്ലേ. അവരെ പത്യോപദേശത്തിൽ വളർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ഒരു വീട്ടിൽ മാതാപിതാക്കൾക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ ഒരു സഭയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ എന്ന പേരിൽ നടത്തുമ്പോൾ കുറെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃതമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് തുടങ്ങിയത്. നമ്മുടെ പല മിനിസ്ട്രീസും നീഡ് ബേസ്ഡ് മിനിസ്ട്രീസാണ്. നീഡ് ബേസ്ഡ് മിനിസ്ട്രി. ഒരാവശ്യം വന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബൈബിൾ സ്കൂൾ പോലെ ഇവിടെ നടത്തുന്നത്? വാസ്തവത്തിൽ ഓരോ സ്ഥല സഭ ഇത് ചെയ്യേണ്ടതാണ്. ഒരളവിൽ ചെയ്യുന്നുണ്ട്, ഞാൻ സഭകളെ കുറ്റം പറയുന്നില്ല, ഒരളവിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പരിമിതികളുണ്ടല്ലേ. ഇപ്പം നമ്മൾ ഇത്രയും മണിക്കൂർ ഇവിടെ 3 മണിക്കൂർ ഇവിടെ വന്ന് രാവിലെ വന്നവരുണ്ടല്ലേ. ഒരു സഭയിൽ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുമ്പോൾ ഈ 6 മണിക്കൂർ 3 മണിക്കൂർ നടത്താൻ പറ്റും? എല്ലാവരും വന്നിരിക്കും. അരമണിക്കൂർ അതിന് മുമ്പ് എല്ലാവരും വായിച്ച് നോക്കുമല്ലേ. ചിലരൊക്കെ പിന്നെ സമയം കൂടും വാച്ചൊക്കെ ഇങ്ങനെ കുലുക്കി നോക്കും, വാച്ച് ഓടുന്നില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ 6 മണിക്കൂർ 3 മണിക്കൂർ. അപ്പം വചനം ശരിക്കും പഠിക്കാൻ താല്പര്യമുള്ളവരെ വേർതിരിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു സ്കൂളിലെ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ പഠിപ്പിക്കുന്ന സ്ഥലം ബൈബിൾ സ്കൂൾ. അത്രയേ ഉള്ളൂ. അത് വചന വിരുദ്ധമായിട്ട് അതിനകത്തൊന്നുമില്ല. അപ്പോൾ എന്നാൽ വചനാനുസൃതമാണ്. സ്ക്രിപ്ചറിലാണ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ആ പ്രിൻസിപ്പിളുണ്ട്. ഇങ്ങനെയാണ് നാം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സംശയ വിചാരങ്ങൾ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വ്യക്തമായിട്ട് ബൈബിൾ കൽപ്പനയില്ല. അതുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അങ്ങ് കടുംപിടുത്തം പിടിക്കുന്നവരുണ്ട്. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ആണ് ആദ്യം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നത്. പിന്നെ പുറജാതി പശ്ചാത്തലത്തിലും വന്നു. പിന്നെ യഹൂദന്മാരെക്കാൾ കൂടുതൽ പുറജാതികളായി. റോമാസഭയിലൊക്കെ അതായിരുന്നു. എന്നാൽ ഈ യഹൂദ പശ്ചാത്തലത്തിൽ വന്നവർക്ക് അവരുടെ പഴയ പാരമ്പര്യം അനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. ചില ഭക്ഷണ സാധനങ്ങൾ അവർ ഉപയോഗിക്കുകയില്ല. കാരണം പഴയ നിയമത്തിൽ ചില മൃഗങ്ങളെയൊക്കെ ശുദ്ധിയുള്ള മൃഗങ്ങളെന്നും അശുദ്ധിയുള്ള മൃഗങ്ങളെന്നൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര കർശനമായ നിലപാടെടുക്കുന്നവരാണ്. രക്ഷിക്കപ്പെട്ട് വിശ്വാസികളായിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെ കഴിക്കാമോ കഴിക്കാതിരിക്കാൻ പറ്റുമോ? യഹൂദന്മാർ പറഞ്ഞു ഇതൊക്കെ പണ്ട് പഴയത്തിൽ വിലക്കിയിട്ടുള്ളതാണ്, അത് ക്രിസ്ത്യാനികൾ ഇത് കഴിക്കാൻ പാടില്ല. എന്നാൽ പുറജാതി പശ്ചാത്തലത്തിൽ വന്നവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അവർ നേരത്തെയും എല്ലാം കഴിച്ചുകൊണ്ടിരുന്നു, ഇപ്പോഴും എല്ലാം കഴിക്കുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് വലിയൊരു ഇഷ്യൂ ഒക്കെ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നത്. ഇനി ഇന്നത്തെ കാര്യം എടുക്കാം. ഇന്നും ഇതൊക്കെ ഒരർത്ഥത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ചിലടത്തൊക്കെ ഉണ്ട്. ഉദാഹരണം അറിയാം, മുസ്ലിങ്ങൾ ചില മാംസാഹാരം, അവർ മാംസാഹാരം തിന്നുന്നവരാണ്. ചില മാംസാഹാരം കഴിക്കുന്നത് ഏതാണ് കഴിക്കത്തില്ല. അതവരുടെ വിശ്വാസം അനുസരിച്ച് തെറ്റാണ്. ബാക്കിയെല്ലാം കഴിക്കും, പക്ഷെ കഴിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരാളിനെ ഇത് കഴിക്കണമെന്ന് നിർബന്ധിക്കുന്നത് ശരിയാണ്? അത് ശരിയല്ല. അതിന് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഈ അദ്ദേഹത്തിന് പോലീസ് പറയുന്നുള്ളൂ, ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, കഴിക്കാതിരുന്നാൽ ഛേദവുമില്ല. അതുപോലെ വടക്കേന്ത്യയിൽ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. വടക്കേന്ത്യയിൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന പലരും
അവർ ഹിന്ദുക്കളായിരുന്നപ്പോൾ മാംസാഹാരം, പ്രത്യേകിച്ചും പശുവിൻ്റെ മാംസം കഴിക്കാത്തവരുണ്ട്. അത് പുരാണത്തിൻ്റെ കാര്യമാണ്. പക്ഷേ പുരാണത്തിൻ്റെ കാര്യം കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ മതി. അവർക്കത് എന്തോ അത് പശുവിനെ ദൈവമായിട്ട് ഗോമാതാവെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അവർ കഴിക്കുന്നില്ല. ശരി, അങ്ങനെ ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കട്ടെ. ഇത് നമുക്ക് വേണേൽ പറയാം, ഇത് അതാണ് കുറച്ച് ബലഹീനരായ വിശ്വാസം പറയുന്ന ആ അർത്ഥത്തിലാണ്. പാപമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കടുംപിടുത്തം നമ്മളും പിടിക്കാൻ പാടില്ല. വേണ്ടവർ കഴിക്കാം. പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, വടക്കേന്ത്യയിലൊക്കെ പോകുന്നവർ, നമ്മളൊക്കെ വല്ലപ്പോഴും പോകുന്നവരാണ്. എനിക്കറിയാം, ഞാൻ കേരളത്തിൽ ചെല്ലുന്നതിനെ കുറിച്ചുള്ള അവരുടെ ധാരണ എന്താണെന്നറിയാമോ? കേരളത്തിലുള്ള ആളുകളൊക്കെ എപ്പോഴും ബീഫ് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചെല്ലുമ്പോൾ അവർ പറയും, ബ്രദറെ ഇവിടെ ബീഫൊന്നും കിട്ടത്തില്ല. ഞാൻ പറയും, നമുക്കൊരു ബീഫിൻ്റെ ആവശ്യമേ ഇല്ല, ഇവിടെ പോലും നമ്മൾ ബീഫ് പലപ്പോഴും കഴിക്കാറില്ലല്ലേ. അവരങ്ങനെ ധരിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അവരെവിടെങ്കിലും വില്ലേജിൽ പോയി ബീഫ് കൊണ്ടുവന്ന് മറ്റൊരു പോലീസ് വിളിച്ചാലോ എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള വിട്ടുവീഴ്ച നമ്മൾ കാണിക്കണം. ഞാൻ കൂടുതൽ അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, താഴോട്ട് വായിക്കാൻ പറയുന്നുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലും മറ്റു ചില ദിവസങ്ങൾ ആചരിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള വേദോസ്തവം വ്യക്തമായി പറയാത്ത കാര്യങ്ങളിൽ നമ്മൾ ആ നിലയിലുള്ള വിട്ടുവീഴ്ച കാണിക്കണം. അതാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായാൽ എന്ത് ചെയ്യണം? അതിനെ തള്ളിക്കളയല്ല, ചേർത്ത് കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. നോട്ട്സിലേക്ക് വരാം. രക്ഷയ്ക്ക് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വാദങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്നിവയാണ് സംശയ വിചാരങ്ങൾ, സംശയമുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. തിരുവെഴുത്ത് വ്യക്തമായ ഒരു കൽപ്പന നൽകാത്ത കാര്യങ്ങളാണിവ. തിരുവെഴുത്ത് വ്യക്തമായൊരു കൽപ്പന നൽകാത്ത കാര്യങ്ങളാണിവ. അതിനെയാണ് സംശയ വിചാരങ്ങൾ. എന്താണ് ഈ വിശ്വാസത്തിൽ ബലഹീനർ? വിശ്വാസത്തിൽ ബലഹീനർ എന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഭക്ഷണത്തെക്കുറിച്ചും പ്രത്യേക ആചാരങ്ങളെക്കുറിച്ചും പരിമിതമായ ധാരണയുള്ള ആത്മാർത്ഥ വിശ്വാസികളാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായ ധാരണയില്ല, പ്രത്യേകിച്ചും 1-ാം നൂറ്റാണ്ടിലെ പശ്ചാത്തലത്തിൽ. എന്നാൽ അവർ ആത്മാർത്ഥമായ നല്ല വിശ്വാസികളാണ്. അവരെയാണ്. ക്രിസ്തുവിലുള്ള തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായ ഗ്രാഹ്യമില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ പുച്ഛിക്കരുത്, അവരെ ചേർത്ത് കൊള്ളണം, അവരെ കൂടെ പരിഗണിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ബലഹീന വിശ്വാസികൾ. ഇനി അടുത്ത ചോദ്യം, ശക്തരായ വിശ്വാസികൾ ദുർബലരോട് എങ്ങനെ പെരുമാറണം? അതിൻ്റെ 1-ാം വാക്യവും 3-ാം വാക്യവും ചേരുമ്പോൾ അതിന് ഉത്തരം കിട്ടും. അവരെ വിധിക്കാതെ, നിന്ദിക്കാതെ ശക്തരായ വിശ്വാസികൾ ദുർബലരെ സ്വീകരിക്കണം. ചില ഭക്ഷണങ്ങളോ രീതികളോ അവർ ഒഴിവാക്കുന്നു എന്നതിനാൽ അവരെ താഴ്ന്നവരായി കണക്കാക്കരുത്. അതുപോലെ തിരിച്ചും ചില ഭക്ഷണങ്ങൾ ചിലർ കഴിക്കുന്നു, അതുകൊണ്ട് അവരെ താഴ്ന്നവരെ കണക്കാക്കാനും പാടില്ല. ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുഴപ്പമില്ല. അപ്പം അത് ഇതിനകത്ത് രണ്ടും മനസ്സിലാക്കണം. യഹൂദനുമുണ്ട്, ജാതീയ പശ്ചാത്തലം വന്നവരുമുണ്ട്. അപ്പോൾ ഈ ചിലർ കഴിക്കുന്നവരെ യഹൂദന്മാരെന്ത് ചെയ്തു? പുച്ഛിച്ചിരുന്നു. ഇതൊക്കെ അവരെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ വിലക്കിയിട്ടുള്ള അശുദ്ധമായ ഭക്ഷണമാണ്. അപ്പോൾ അത് കഴിക്കുന്നവരെ അവർ പുച്ഛിച്ചിരുന്നു. തിരിച്ച് ഇത് കഴിക്കാത്തവരെ കഴിക്കുന്നവരും പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്യും. ഇതാണ് എൻ്റെ പശ്ചാത്തലം. അതുകൊണ്ടാണ് ഇത് രണ്ടും പാടില്ലെന്നാണ് പറയുന്നത്. 3-ാമത്തെ ചോദ്യം, അനിവാര്യമല്ലാത്ത കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾക്ക് പൗലോസിൻ്റെ പ്രധാന തത്വം എന്താണ്? ഇങ്ങനെയുള്ള നോൺ എസൻഷ്യൽ തിങ്സ് ഉണ്ട്. ക്രിസ്തീയ വിശ്വാസവുമായിട്ടോ അല്ലെങ്കിൽ ഉപദേശവുമായിട്ടോ വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങളെയാണ് അനിവാര്യമല്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഏത് പ്രമാണമാണ് പാലിക്കേണ്ടത്? അത്യാവശ്യമില്ലാത്ത നോട്ട്സ് വായിക്കുകയാണ്. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് വിയോജിപ്പുണ്ടാകാം. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാകാം. എന്നാൽ ഓരോരുത്തരും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ മനസ്സാക്ഷിയെ പിന്തുടരണം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ലെറ്റ് us agree to disagree agreeably. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പറയാൻ പറ്റും. എൻ്റെ മലയാളം ഞാൻ പറയാൻ ശ്രമിക്കാം. ഇംഗ്ലീഷ് അറിയാൻ ഇംഗ്ലീഷ് തന്നെ എഴുതിയെടുക്കുക. ലെറ്റ് us agree to disagree agreeably എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യത്യാസങ്ങൾ സൗഹൃദത്തോടെ, സ്നേഹത്തോടെ സമ്മതിക്കണമെന്നാണ്. ചില വിഷയങ്ങൾ ചിലപ്പോൾ വിശ്വാസികൾ തമ്മിലൊരു യോജിപ്പ് കാണുകയില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ വാദമുഖങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി പിണങ്ങുകയല്ല ചെയ്യേണ്ടത്. പിണങ്ങാനാണ് നമുക്കിഷ്ടം. പിണങ്ങാനും തർക്കിക്കാനും ശത്രുത മനോഭാവത്തോടെ ജീവിക്കാനൊക്കെ നമുക്കിഷ്ടം പൊതുവെ. അങ്ങനെ ചെയ്യരുത്. ലെറ്റ്സ് അഗ്രീ ടു ഡിസഗ്രീ എഗ്രിയബിളി. സഹോദരൻ 100% കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ആ നിലയിൽ പോവുക. എന്നാൽ ഇതാണ് എൻ്റെ കൺവിക്ഷൻ എന്ന് പറഞ്ഞ്, അതാണ് ലെറ്റ്സ് അഗ്രീ ടു ഡിസഗ്രീ എഗ്രിയബിളി.
സൗഹൃദ മനോഭാവത്തോടെ ആ വ്യത്യാസത്തെ അംഗീകരിക്കാൻ നാം പഠിക്കണം. അതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അടുത്ത വാചകം, ഐക്യത എല്ലാ അഭിപ്രായങ്ങളിലുമുള്ള ഐക്യം ആവശ്യപ്പെടുന്നില്ല. യുനാനിമിറ്റി. എന്താണ് ഈ ക്രിസ്തീയ ഐക്യത എന്ന് പറയുന്നത്? ക്രിസ്തീയ ഐക്യത എന്ന് വെച്ചാൽ, ഐക്യത എന്ന് പറഞ്ഞാൽ ഒരു സഭയിലുള്ള എല്ലാവരും എല്ലാ വിഷയത്തിലും എപ്പോഴും ഒരേ അഭിപ്രായം. അതാണോ ക്രിസ്തീയ ഐക്യത? ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും. അത് ആദർശപരമായ ഒരു ഐക്യതയല്ല. എന്നാൽ ക്രിസ്തീയ ഐക്യത അതല്ല. യുനാനിമിറ്റി അല്ല. യുനാനിമിറ്റി എന്ന് വെച്ചാൽ ഏകാഭിപ്രായം. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഏകാഭിപ്രായം ഉണ്ടാകാൻ നിർബന്ധമില്ല. അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, എങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു സ്നേഹബന്ധമാണ് ഐക്യത എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുള്ള ഒരു വാക്യം ഒന്ന് കുറിക്കുക. 1 കൊരിന്ത്യർ 10:17 ഒന്ന് കുറിക്കുക. 1 കൊരിന്ത്യർ 10:17. 1 കൊരിന്ത്യർ 10:17 അവിടെ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകത്തിന് ആദ്യ ഭാഗം ശ്രദ്ധിക്കണം. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ, ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പലരായിരുന്ന നാം എന്നല്ല, ഇപ്പോഴും പലരാണ്. അത് മനസ്സിലാക്കണം. പലരായ നാം ഇപ്പോഴും പലരാണ്. രക്ഷിക്കപ്പെട്ടു, ഒരേ സഭയിൽ അംഗങ്ങളാണെങ്കിൽ ഇപ്പോഴും നാം പലരാണ്. പലരായ നാം ഒരു ശരീരം ആകുന്നു. വാസ്തവത്തിൽ ക്രിസ്തീയ ഐക്യത എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ഐക്യത പോലെയാണ്, അല്ലേ? ഓർഗാനിക് യൂണിറ്റിയാണ്. എന്താണ് ഈ ശരീരത്തിൻ്റെ ഐക്യത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? ഒരു ശരീരത്തിൽ, റോമർ 12 പൗലോസ് പറയുന്നുണ്ട്, ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാണ്, അല്ലേ? ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടെങ്കിലും എല്ലാം കൂടി ചേർന്ന് ഒരു ശരീരം, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഓർമ്മ കാണുമോ? കഴിഞ്ഞ ആഴ്ച ഉള്ളവരെ കാണുമല്ലോ. കണ്ണ് കാലിനെ ചതിക്കുകയില്ല, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്, അല്ലേ? വയറിനെ ചതിക്കുകയില്ല. ശരീരത്തിലെ ഒരവയവവും മറ്റൊരവയവത്തെ ചതിക്കുകയില്ല. പിന്നെന്ത് ചെയ്യും? അന്യോന്യം പൊരുതുകയല്ല, കരുതുകയാണ്. ഇതാണ് ക്രിസ്ത്യൻ യൂണിറ്റി. അപ്പോൾ അവയവങ്ങൾ പലതാണ്. അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഷേപ്പ്, രൂപത്തിൽ വ്യത്യാസമുണ്ട്, ഉദ്ദേശ്യത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാം കൂടെ ചേർന്ന് ഒരു ശരീരമാണ്. അതാണ് നാം ക്രിസ്ത്യൻ യൂണിറ്റി. പലരായ നാം ഒരു ശരീരം ആകുന്നു. അതുകൊണ്ട് അനിവാര്യമില്ലാത്ത കാര്യങ്ങളിലെ വ്യത്യാസങ്ങളിൽ നമുക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നു സ്വാമി ഒരു ചിന്മയാനന്ദ സ്വാമി, അങ്ങനെ ഒരു സ്വാമിയുണ്ട്. സ്വാമിയുടെ ഒരു വാചകമുണ്ട്, വിയോജിക്കാം പക്ഷേ വിരോധിക്കരുത്. നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. വിയോജിക്കാം പക്ഷേ വിരോധിക്കരുത്. അതൊക്കെ സ്വാമിമാർ പറയേണ്ട, അതൊക്കെ ബൈബിളിലുള്ള ആശയങ്ങളാണ്. പൗലോസ് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. വിയോജിക്കാം പക്ഷെ വിരോധിക്കരുത്. കാരണം എല്ലാം സ്നേഹത്തിലാണ് ചെയ്യേണ്ടത്. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ നിലയിൽ സോൾവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാം കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഈ പ്രശ്നം മാറും. എല്ലാം ഞാൻ കർത്താവിന് വേണ്ടിയാണോ ചെയ്യുന്നത്? കർത്താവിന് വേണ്ടിയാണോ ആഹാരം കഴിക്കുന്നത്? കർത്താവിന് വേണ്ടിയാണോ ചില ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നത്? എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ കൂട്ടു സഹോദരനെ നിന്ദിക്കുകയില്ല. സുപ്രധാന, ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ഒരു ഇംഗ്ലീഷിലെ സ്റ്റേറ്റ്മെൻറ്റ് മലയാളം അതിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രധാന കാര്യങ്ങളിൽ ഏകാഭിപ്രായം. നോട്ട്സ് നോക്കണം, അത് അടിവരയിട്ടാൽ കുഴപ്പമില്ല. ലാസ്റ്റ് സെൻറ്റൻസ്, യൂണിറ്റി ഇൻ എസൻഷ്യൽസ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ എഴുതുക, യൂണിറ്റി ഇൻ എസൻഷ്യൽസ്. സുപ്രധാന കാര്യങ്ങളിൽ ഏകാഭിപ്രായം വേണം. അവിടെ സുപ്രധാനം നിർദ്ദേശിക്കുന്നത് അടിസ്ഥാന ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം, ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം, രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം, ഇതിലൊക്കെ ഏകാഭിപ്രായം വേണം വിശ്വാസികൾ തമ്മിൽ. അപ്രധാന കാര്യങ്ങളിൽ സ്വാതന്ത്ര്യവും വേണം. അടിസ്ഥാന ഉപദേശവുമായി ബന്ധപ്പെടാത്ത നോൺ സ്ക്രിപ്ചറൽ ഇഷ്യൂസിൽ സ്വാതന്ത്ര്യം വേണം. എല്ലാ കാര്യങ്ങളിലും എന്ത് വേണം? സ്നേഹം വേണം, അല്ലേ? അതാണ് പ്രധാനം. നോട്ട്സിലെ വായിക്കുന്നു. നോട്ട്സ് നോക്കിയോ? എല്ലാവരും നോക്കിയോ? നോട്ട്സിലെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. സുപ്രധാന കാര്യങ്ങളിൽ ഏകാഭിപ്രായം, യൂണിറ്റി ഇൻ എസൻഷ്യൽസ്. അപ്രധാന കാര്യങ്ങൾ സ്വാതന്ത്ര്യം, ഫ്രീഡം ഇൻ നോൺ എസൻഷ്യൽസ്, ബട്ട് ചാരിറ്റി ഇൻ എവറിഥിങ്. ചാരിറ്റി എന്ന് വെച്ചാൽ പഴയ ഇംഗ്ലീഷ് വാക്കാണ്, ലവ് ഇൻ എവറിഥിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീഡം ഇൻ നോൺ എസൻഷ്യൽസ്, NON-essentials. എല്ലാ കാര്യങ്ങളിലും സ്നേഹം വേണം. ഇതാണ് ഗോൾഡൻ റൂൾ. ഇതാണ് ഒരു സുവർണ നിയമം വിശ്വാസികൾ പാലിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, ലെറ്റ് us agree to disagree agreeably. വ്യത്യാസങ്ങളെ സൗഹൃദത്തോടെ സമ്മതിക്കുക എന്നാണ് എൻ്റെ മലയാളം. നാലാമത്തെ ചോദ്യം, 2 പേജ് തീർക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, വ്യക്തിപരമായ ബോധ്യങ്ങളുടെ പേരിൽ മറ്റ് വിശ്വാസികളെ വിധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ, കൺവിക്ഷൻസിൻ്റെ പേരിൽ മറ്റ് വിശ്വാസികളെ വിധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. എന്തുകൊണ്ട്? റോമർ 14:10 മുതൽ 12 വരെ. റോമർ 14:10 പറയുന്നത്, സഹവിശ്വാസികളെ
വിധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുതെന്നാണ്. കാരണം ശ്രദ്ധിക്കുക, ഓരോ വിശ്വാസിയും കർത്താവിനുള്ളവനും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവനും ആണ്. കണക്ക് തീർക്കുന്നതൊന്നും ഈ ഭൂമിയിലല്ല, അല്ലേ? സകല ലോകത്തിൻ്റെ ന്യായാധിപനുണ്ട്, കർത്താവാണ്. നമ്മൾ പലപ്പോഴും ജഡ്ജിമാരാകാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോ വിശ്വാസിയും കണക്ക് ബോധിപ്പിക്കണം. അപ്പം അങ്ങനെ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ട്, ഡേ ഓഫ് റെക്കണിങ്. 2 Corinthians 5:10 കൂടെ വേണേൽ കുറിക്കുക. റോമർ 14:10, 2 Corinthians 5:10 നാം വായിക്കുന്നുണ്ട്. ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിനൊക്കെ പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസ്ഥന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അടുത്ത പാരഗ്രാഫ് 2 Corinthians 5:10 അവിടെ കുറിക്കുക. ഓരോ വിശ്വാസിയും സ്വന്തം പ്രവൃത്തികൾക്ക് ദൈവത്തോട് വ്യക്തിപരമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് റോമർ 14:12 പഠിപ്പിക്കുന്നു. എന്താണ് അന്ന് വായിച്ചത്? റോമർ 14:12 വ്യക്തിപരമായി കണക്ക് ബോധിപ്പിക്കണം. ഓരോരുത്തരും ശ്രദ്ധിക്കണം. അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം കൂടെ പ്രതിനിധീകരിച്ച് നമ്മുടെ പാസ്റ്റർ അല്ലെ മൂപ്പൻ ഒരാൾ കണക്ക് ബോധിപ്പിച്ചാൽ പോരാ. ഓരോരുത്തരായിട്ട് ക്രിസ്തുവിൻ്റെ ന്യായസ്ഥത്തിന് മുമ്പാകെ നിൽക്കണം. അത് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. നമ്മളെ ശിക്ഷിച്ച് നരകത്തിൽ വിടാൻ വേണ്ടിയല്ല, എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. അതനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസമുണ്ട്, അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ചിലപ്പോൾ തർക്കിച്ച് ജയിക്കാനോ പരാജയപ്പെടുത്താനൊക്കെ പറ്റും. പക്ഷേ ആത്യന്തികമായിട്ടൊരു കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ടെന്നാണ് ഓരോ ദിവസമുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ ബോധ്യങ്ങളുടെ പേരിൽ മറ്റ് വിശ്വാസികളെ വിധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. 5ാമത്തെ ചോദ്യം, ഇടർച്ചകളോടുള്ള ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്തായിരിക്കണം? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും. അതായത് കെട്ടിടം പണിയുമായിട്ട് ബന്ധപ്പെട്ട 2 വാക്കുകളാണ്. കെട്ടിടം പണിയുമ്പോൾ ഈ പണിക്ക് സ്യൂട്ടബിൾ അല്ലാത്ത പാകമല്ലാത്ത കല്ലുകളെയാണ് ഇടർച്ചക്കല്ലെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അതെന്ത് ചെയ്യും? പണിക്കാരെന്ത് ചെയ്യും? പണിയുന്ന മേശ അത് മാറ്റിയിടും. പക്ഷെ ചിലപ്പോൾ അതവിടെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? പിന്നെ മറ്റു പണി ചെയ്യുമ്പോൾ ഇത് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകും, അല്ലേ? അതേ തട്ടി പലരും വീഴും. അങ്ങനെയാണ് ഇടർച്ചക്കല്ല്, തണങ്കൽപ്പാറ എന്നുള്ള വാക്കുകളൊക്കെ ഭാഷയിൽ പുരാതന കാലത്ത് ഉണ്ടായത്. അതാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഇടർച്ച എന്ന് പറഞ്ഞാൽ മറ്റ് വിശ്വാസികളുടെ ആത്മീക ജീവിതത്തിൽ അവരുടെ പുരോഗതിയെ തടയുന്ന എന്തും. അത് അക്ഷരാർത്ഥത്തിൽ കല്ലില്ല, നമ്മുടെ ഒരു അഭിപ്രായമാകാം, അല്ലെ നമ്മുടെ ഒരു മനോഭാവമാകാം, നമ്മുടെ ഒരു പിടിവാശിയാകാം, അല്ലേ? അതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഇടർച്ചയോടുള്ള ക്രിസ്ത്യാനി മനോഭാവം എന്തായാലും വിശ്വാസികൾക്ക് പലതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? ഏതോ ഗലാത്യർ 5 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുവെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അടിമതത്തിൽ കുടുങ്ങിപ്പോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ സ്വതന്ത്രരാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഇടർച്ചയായിട്ട് വരരുത് എന്നാണ് പറയേണ്ട അർത്ഥം. ഈ ഏതൊരു ചൊല്ലുണ്ടല്ലോ, പണ്ടത്തെ ആരോ സാങ്കല്പിക കഥയായിരിക്കാം. ഒരാൾ പറഞ്ഞു, ഒരാൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വീശിയേ നടക്കത്തുള്ളൂ. കൈ ഇങ്ങനെ എപ്പോഴും വീശിയ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീശി നടന്നപ്പോൾ പലരുടെയും ദേഹത്ത് ഇത് കൊള്ളും, അല്ലേ? നമ്മളെ കൈ വീശി നടന്നാൽ ദേഹത്ത് കൊള്ളും. അപ്പോൾ ഒരാളുടെ മൂക്കേൽ പൊട്ടും. അപ്പോൾ അയാൾ കോടതി ചെന്നു ഇയാൾക്കുള്ള കേസ് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ മൂക്കേൽ അടിച്ചു എന്നാണ് കേസ്. ഇദ്ദേഹത്തെ വിളിച്ചു, ജഡ്ജി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കൈവീശിയൊക്കെ നടന്നു, അത്രേ ഉള്ളൂ, ഒന്നും ചെയ്തില്ല, ഞാൻ കൈവീശിയപ്പോൾ അങ്ങനെ നടന്നേ ഉള്ളൂ. അപ്പം ജഡ്ജി പറഞ്ഞു, നിങ്ങളുടെ കൈവീശുന്ന സ്വാതന്ത്ര്യം അന്യൻ്റെ മൂക്കേൽ സ്പർശിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. മൂക്കിൻ്റെ അവിടെ വരെ ഉള്ളൂ, മൂക്കെ തൊടാൻ പാടില്ല. കൈവീശിക്കും, പക്ഷെ വേറൊരാളുടെ മൂക്കേലോ ശരീരത്തിൽ തൊടാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഈ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യും. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും. വിശ്വാസം പോലെ അങ്ങനെ പറയാറുണ്ട്, എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും, ഞാൻ സ്വതന്ത്രനാണ്, എന്നെ ആരും ചോദ്യം ചെയ്യണ്ട. ആ മനോഭാവം ശരിയല്ല. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷേ മറ്റൊരു വിശ്വാസിക്ക് ഇടർച്ച വരുത്താൻ അത് സാധ്യമല്ല. അത് ഞാൻ വായിച്ചിട്ട് ഇതിൽ ഉദാഹരണങ്ങൾ പറയാം. എന്നാൽ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്തുന്ന അർത്ഥം എന്താ? ഇടറി വീഴുക. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കേണ്ടത്. കാല് കല്ലിൽ തട്ടി വീഴുന്നതിനാണ് ഈ ഇടറി വീഴുക എന്ന് പറയുന്നത്. അങ്ങനെ വീഴുന്ന ഒന്നും വിശ്വാസികൾ ചെയ്യരുത്. ആ പ്രവൃത്തി അതിൽ തന്നെ പാപമല്ലെങ്കിൽ പോലും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത പാപമല്ല, പക്ഷേ അത് ഇടർച്ചയാണ്. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം പറയാനുള്ളത് പിന്നെ പറയാം. 6ാമത്തെ ചോദ്യം തീർക്കട്ടെ.
6-ാം ചോദ്യം, പൗലോസിന്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഭക്ഷണം അതിൽ തന്നെ അശുദ്ധമാണ്? എന്താണ് ഉത്തരം? ഏതെങ്കിലും ഭക്ഷണം അശുദ്ധമാണ്. റോമർ 14:14 എന്താണ് പറയുന്നത്? പിന്നെ 14:20 കൂടെ വായിക്കണം. ഏതെങ്കിലും ഭക്ഷണം അതിൽ തന്നെ അശുദ്ധമാണോ? മതി. യാതൊന്നും സ്വതവേ മലിനമല്ല. ഏത് വാക്യം വായിച്ച്? 14ആണോ? 20 വായിച്ച്. എല്ലാം ശുദ്ധം തന്നെ. എല്ലാം ശുദ്ധമാണ്, പക്ഷെ ഇടർച്ച വരുത്തുമാറ് തിന്നരുത്. ഇപ്പോൾ ഒരു കൂട്ടു സഹോദരനെ ഇപ്പൊ ചില ഭക്ഷണങ്ങൾ അത് തിന്നാൻ പാടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം എങ്കിൽ നമ്മൾ പൊതുവായ ഭക്ഷണമൊക്കെ വളർത്തുമ്പോൾ പറ്റുമ്പോൾ അതങ്ങ് ഒഴിവാക്കുക. അതല്ലേ നല്ലത്. ഒരാളിനെ വെറുപ്പിച്ചോട്ട് പുഷിപ്പിച്ചോട്ട് നമ്മളിത് കഴിക്കും, അങ്ങനെ വാശി പിടിക്കരുത്. അങ്ങനെ കഴിക്കണമെങ്കിൽ വീട്ടിൽ വെച്ച് കഴിച്ചോണം, അല്ലേ? കുരുനിലയത്തിന് പോലീസ് പറയുന്നുണ്ട്, അത് വീട്ടിൽ വെച്ചാകാം. പക്ഷെ പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് ആ നിലയിൽ ഇടർച്ച വരുന്ന എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഉത്തരം അല്ല, ഒന്നും അതിൽ തന്നെ അശുദ്ധമല്ല. എന്നാൽ ആരെങ്കിലും അത് അശുദ്ധമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് അത് അശുദ്ധമാണ്. കാരണം മനസ്സാക്ഷി പ്രധാനമാണ്. അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് അത് പാടില്ല. ഈ മാർജിനിൽ 2 വാക്യങ്ങൾ കുറിച്ചു കൊടുക്കുക. മത്തായി 15:11, മത്തായി 15:11, മർക്കോസ് 7:15. മത്തായി 15:11, മർക്കോസ് 7:15. അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. മത്തായി 15:11, മർക്കോസ് 7:15 രണ്ടും ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ അകത്തേക്ക് പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, പിന്നെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നതാണ്, ഇവിടെ വായിൽ കൂടെ വരുന്നതാണ്. അകത്തേക്ക് പോകുന്ന ആഹാരമൊന്നും അവനെ അശുദ്ധനാക്കുന്നില്ല എന്ന് കർത്താവും പറഞ്ഞു. മത്തായി 15:11, മർക്കോസ് 7:15. പിന്നെയും പല വാക്യങ്ങളുണ്ട്, ഇത് മതി. 7-ാമത്തെ ചോദ്യം, നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതിനേക്കാൾ പ്രധാനം എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യം നല്ലതാണ്, പക്ഷെ അത് വിനിയോഗിക്കുന്നതിനേക്കാൾ പ്രധാനം എന്താണ്? 2 വാക്യങ്ങളുണ്ട്, വാക്യം വായിക്കേണ്ട, നോട്ട്സ് വായിക്കാം. മറ്റുള്ളവരെ പരിഗണിക്കാതെ ക്രിസ്തീയ സ്വാതന്ത്ര്യം പ്രയോഗിക്കുന്നത് സ്നേഹരഹിതമാണ്. അതാണ് വിഷയം. സ്നേഹമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യുന്നില്ല, സ്നേഹത്തിൽ ചെയ്യണം. മറ്റുള്ളവരോട് സ്നേഹമില്ലാതെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ അവകാശം, ഇതിനെക്കുറിച്ച് തന്നെ പലപ്പോഴും ആളുകൾ ബോധവാന്മാരാണ്. അങ്ങനെയല്ല, മറ്റു സ്നേഹരഹിതമായിട്ട് ചെയ്യാൻ പാടില്ല. ദുർബലനായ ഒരു വിശ്വാസിയുടെ മനസാക്ഷിയെ, അവിടെ ദുർബലൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീക വളർച്ചയുടെ അടിസ്ഥാനത്തിലല്ല, ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. റോമർ 14 പശ്ചാത്തലത്തിൽ ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ്. ചിലത് കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ദുർബലൻ. കഴിക്കുന്നവൻ വിശ്വാസത്തിൽ ശക്തൻ. ആ അർത്ഥത്തിലാണ് പൗലോസ് റിലേറ്റീവായിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ദുർബലനായ ഒരു വിശ്വാസിയുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്നതോ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ ആയ പ്രവൃത്തികൾ നാം ഒഴിവാക്കണം. ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയ ഒരു വിശ്വാസിയുടെ മൂല്യം ഏതൊരു വ്യക്തിപരമായ മുൻഗണനയെക്കാളും സ്വാതന്ത്ര്യത്തെക്കാളും വളരെ കൂടുതലാണ്. സ്നേഹത്തിൽ നടക്കുകയും സമാധാനവും പരസ്പര അഭിവൃദ്ധിയും പിന്തുടരുകയും ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ഭക്ഷണമാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ വിഷയം. നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല എങ്കിലും പൗലോസ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉത്തരം പറയുന്നതേ ഉള്ളൂ. 8-ാമത്തെ ചോദ്യം, ദൈവരാജ്യം യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ്? റോമർ 14:17 അല്ലേ? എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അപ്പം ദൈവരാജ്യം വാസ്തവ ഒരു അനുഭവമാണ്, അല്ല ഭക്ഷണവും പാനീയവും ഒന്നും അല്ലെന്നാണ് പൗലോസ് പറയുന്നത്. ആ ദൈവരാജ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂടെ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ദൈവരാജ്യം? ഇവിടെ ദൈവരാജ്യം എന്നത് വിശ്വാസികളുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലുമുള്ള ദൈവത്തിൻ്റെ ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാജ്യം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ഭൂപ്രദേശമാണ്, അല്ലേ? ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ നാം എന്താണ് ചിന്തിക്കുന്നത്? ഇന്ത്യയുടെ മാപ്പിൽ കാണുന്ന ഭൂപ്രദേശം. ഇന്ന് രാജ്യം എന്നുള്ള വാക്ക് ആ അർത്ഥത്തിലാണ് നാം പലപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ രാജ്യം എന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നത് പലയിടത്തും ഭരണം, ഗവൺമെൻറ് എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഇന്ന് കർത്താവ് ജീവിച്ചിരുന്നെങ്കിൽ ദൈവരാജ്യം എന്നുള്ളതെന്ന് പറയുന്നതിന് പകരം ദ ഗവൺമെൻറ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഗവൺമെൻറ്, സർക്കാർ എന്ന് പറയുമായിരുന്നു. കാരണം കർത്താവ് ജീവിച്ച കാലത്ത് രാജാക്കന്മാരുണ്ട്. അതുകൊണ്ടാണ് രാജ്യം എന്നുള്ള വാക്ക് രാജഭരണത്തിൻ്റെ പര്യായമായിട്ട് ഉപയോഗിച്ചത്. ഇന്ന് ഗവൺമെൻറ്റുകളാണുള്ളത്, അല്ലെ ഭരണകൂടങ്ങളാണുള്ളത്. അപ്പം ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന ജീവിതവും അതുപോലെ സ്ഥലവുമെല്ലാം ദൈവരാജ്യമാണ്.
ആ ദൈവരാജ്യത്തിന് വേറൊരു അർത്ഥമുണ്ട്. ഭാവിയിൽ ഒരു ദൈവരാജ്യം വരും, അല്ലേ? കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അത് വേറൊരു വിഷയം. എന്നാൽ ഇന്നുള്ളത് ആത്മീക ദൈവരാജ്യമാണ്. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ചലിക്കുന്ന ദൈവരാജ്യങ്ങൾ. ഏതാണ് വാക്യം? അത് ലൂക്കോസ് 17:20 മുതൽ 21 വരെ കുറിക്കുക. ലൂക്കോസ് 17:20-21. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളിലും ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങളിലും നിങ്ങളുടെ ഇടയിലുമുണ്ട്. അപ്പോൾ നമ്മളിൽ ലൂക്കോസ് 17:20-21. അപ്പം നമ്മിലൊരു ദൈവരാജ്യമുണ്ട്. നമ്മൾ ദൈവരാജ്യത്തിലാണ്, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. അതുപോലെ നമ്മളിലും ഒരു ദൈവരാജ്യമുണ്ട്. ദൈവിക ഭരണം നടക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നാം കർത്താവായിട്ടാണ് സ്വീകരിച്ചത്, അല്ലേ? രക്ഷിക്കപ്പെട്ട സമയത്ത് യേശുവിൻ്റെ കർത്താവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ദൈവരാജ്യമായിട്ട് മാറി. അത് നാം മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ചലിക്കുന്ന ദൈവരാജ്യങ്ങളാണ്. ആ ആശയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവരാജ്യം എന്നത് വിശ്വാസികളുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലുമുള്ള ദൈവത്തിൻ്റെ ഭരണത്തെയാണ്, കർത്തൃത്വത്തെയാണ്, ഭരണം അല്ലെങ്കിൽ കർത്തൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ആത്മീയ സ്വഭാവത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു. റോമർ 14:17 ദൈവരാജ്യം ബാഹ്യ നിയമങ്ങളെക്കുറിച്ചല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്തരിക ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ്? നീതി, സമാധാനം, സന്തോഷം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ആത്മീയ ആന്തരിക ജീവിതത്തെക്കുറിച്ചാണെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ഇതിൽ കൂടാണ് ദൈവരാജ്യം വെളിപ്പെടുന്നത്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തുന്നത് എങ്ങനെ അറിയാം? മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാകും? നമ്മൾ നീതിപൂർവമായിട്ട് ജീവിക്കുന്നു, ഒരു സമാധാനം അനുഭവിക്കുന്നു, സന്തോഷം അനുഭവിക്കുന്നു. അല്ലെ, ഫിലിപ്പിയർ 4 നാം വായിക്കുന്നല്ലോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിലുള്ള സന്തോഷമാണ്. ലോകം തരുന്ന സന്തോഷവും ക്രിസ്തീയ സന്തോഷം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം? അതാണ് വാസ്തവത്തിൽ ഈ ഇംഗ്ലീഷിലെ 2 വാക്കുകളുണ്ട്. ഹാപ്പിനെസ്സും ഉണ്ട്, ജോയിയും ഉണ്ട്. ഹാപ്പിനെസ് മലയാളത്തിൽ രണ്ടും സന്തോഷം തന്നെയാണ്, ആനന്ദം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇംഗ്ലീഷിലെ ഹാപ്പിനെസ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് HAP ഹാപ്പ് എന്ന് പറയുന്ന ഒരു മൂലപദത്തിൽ നിന്നാണ്. ഹാപ്പ് വാസ്തവത്തിൽ ഹാപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ അക്ഷരാർത്ഥം എന്ന് വെച്ചാൽ ചാൻസ് എന്നാണ്. നമ്മൾ പറഞ്ഞ ചാൻസ് ആണ്, അത് യാദൃച്ഛികമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. സാഹചര്യം അനുകൂലമാകുമ്പോൾ സന്തോഷം, സാഹചര്യം പ്രതികൂലമാകുമ്പോഴോ ദുഃഖം. അതാണ് ഹാപ്പിനെസ്. ക്രിസ്ത്യൻ ജോയ് ഈസ് ഡിഫറെൻറ്റ്. ക്രിസ്തീയ ആനന്ദം വ്യത്യസ്തമാണ്. ഏറ്റവും നല്ല ഉദാഹരണം പൗലോസ് തന്നെയാണ്. പൗലോസാണ് ഫിലിപ്പിയർ ലേഖനം എഴുതിയത്, അല്ലേ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. പൗലോസ് ഇത് എഴുതിയപ്പോൾ പൗലോസ് എവിടെയായിരുന്നു? റോമിലെ ജയിലിലാണ്. ജയിലിൽ കിടന്നുകൊണ്ട് പുറത്ത് സ്വതന്ത്രമായി ജീവിക്കുന്ന ആളുകൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ആത്മീക ആനന്ദം. സാഹചര്യങ്ങൾക്ക് അതീതമായ ആന്തരികമായ സ്വസ്ഥതയാണ് ഈ ആത്മീക ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദം ജയിലിൽ വെച്ച് അനുഭവിച്ചു. വാസ്തവത്തിൽ ഈ ഫിലിപ്പിയയിൽ സുവിശേഷീകരണത്തിന് വേണ്ടി പോകുമ്പോൾ പൗലോസ് അവിടെ പൗലോസും ശീലാസും ജയിലിലായി, അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 14 നാം വായിക്കുന്നു. 14:25 വായിക്കുന്നത് അറിയാമോ? അർദ്ധരാത്രിയിലോ അവരെന്ത് ചെയ്തു? പൗലോസ് ശീലാസും അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും, ഓർക്കണം, അന്ന് അവരെ ജനക്കൂട്ടമെല്ലാം തല്ലി മുറിവേൽപ്പിച്ച് അവരുടെ മുറിവ് വെച്ചുകെട്ടാതെ ജയിലിലടച്ചതാണ്. അർദ്ധരാത്രിയിൽ എന്താണ് ചെയ്തത്? അവർ പാട്ടുപാടി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്, അല്ലേ? സന്തോഷം പ്രാർത്ഥിച്ചുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവർ പാട്ടുപാടി, സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ എന്ന് പിൽക്കാലത്ത് യാക്കോബ് എഴുതിയിട്ടുണ്ടല്ലേ? അപ്പോൾ അവർക്ക് പാട്ടുപാടാൻ എങ്ങനെ കഴിഞ്ഞു? ജയിലിൽ കിടന്നപ്പോൾ. അതാണ് ആത്മീയ ആനന്ദം. നമുക്കത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെയാണ് ഭക്തന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ ആനന്ദം. അപ്പം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നതാണ്. മാത്രമല്ല ആത്മാവിൻ്റെ ഫലം പറയുമ്പോൾ എന്താണ് പറയുന്നത്? അത് സ്നേഹം, സന്തോഷം. അതിന് സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ ആത്മനിറവിൽ നിന്നുള്ളതാകുന്ന സന്തോഷമാണ്. എപ്പോഴും എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അല്ല, അത് മാത്രമല്ല, ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ആത്മീക
സന്തോഷമുണ്ട്. അതാണ് ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ പുതിയ നിയമത്തിൽ ദൈവരാജ്യം, സ്വർഗരാജ്യം, ഈ രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. ഇത് രണ്ടും ഒന്നാണോ വ്യത്യാസമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇടക്കാലത്ത്, പഴയകാലത്ത് നമ്മുടെ ആൾക്കാർ ഇത് രണ്ടായിട്ട് ചിന്തിച്ച് രണ്ടായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, മത്തായി സുവിശേഷത്തിലാണ് ഈ സ്വർഗരാജ്യം എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത്. ലൂക്കോസിൽ അതില്ല, യോഹന്നാനിലും ഇല്ല. മത്തായിൽ മാത്രമാണ് ഈ സ്വർഗരാജ്യം. മത്തായി 5 സ്വർഗരാജ്യം എന്ന് പറയുന്നിടത്തെല്ലാം ഇതേ വാക്യങ്ങൾ ലൂക്കോസിൽ ആവർത്തിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ദൈവരാജ്യം എന്നാണ്. അപ്പോൾ എന്തിനാണ് ഈ മത്തായി മാത്രം ഈ സ്വർഗരാജ്യം എന്ന് ഉപയോഗിച്ചത്? അതിനൊരു ചരിത്രപരമായ കാരണമുണ്ട്. മത്തായി ആരാണ്? ഒരു യഹൂദനാണ്, മറന്നു പോകരുത്. മത്തായി യഹൂദനാണ്, മർക്കോസും യോഹന്നാനൊക്കെ യഹൂദനാലും. എന്നാൽ മത്തായി, യഹൂദനായ മത്തായി യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. മത്തായി സുവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. മത്തായി സുവിശേഷം എന്ന് പറയുന്നത്, ഒരു യഹൂദൻ, ലോകം കണ്ട ഏറ്റവും വലിയ യഹൂദനെ കുറിച്ച് യഹൂദന്മാർക്ക് എഴുതിയ പുസ്തകമാണ് മത്തായി സുവിശേഷം. മനസ്സിലായോ? ഒരു യഹൂദൻ, ലോകം കണ്ട ഏറ്റവും വലിയ യഹൂദനെ കുറിച്ച് മറ്റു യഹൂദന്മാർക്ക് എഴുതിയ പുസ്തകമാണ്. ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ യഹൂദൻ? യേശു ക്രിസ്തുവാണ്. അതാണ്. അപ്പോൾ അതാണ് മത്തായി സുവിശേഷത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മത്തായി, ഇവിടെ നേരത്തെ നമ്മൾ പ്രമാണം കണ്ടല്ലോ, മറ്റുള്ളവരെ നമ്മൾ എന്താ, സുപ്രധാന കാര്യങ്ങളിൽ ഐക്യം, അപ്രധാന കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം. മത്തായി യഹൂദനായതുകൊണ്ട് യഹൂദന്മാർക്ക് എഴുതുന്നതുകൊണ്ടും യഹൂദന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതാണ് മത്തായി എഴുതിയത്. ഞാൻ അല്പം കൂടെ വിശദീകരിക്കാം. ഈ പഴയ നിയമത്തിൽ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ മൂന്നാമത് കൊടുത്ത കൽപ്പന എന്താണ്? മൂന്നാമത്തെ കൽപ്പന മറന്നുപോയോ? കൽപ്പനകളൊന്നും ഓർമ്മയില്ലല്ലേ? നമ്മൾ പഴയ നിയമത്തിൻ്റെ കീഴിലല്ലെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണം, കൽപ്പനകളെങ്കിലും അറിഞ്ഞിരിക്കണം. 10 കൽപ്പനകൾ. മൂന്നാമത്തെ കൽപ്പന ഏതാ? ഒന്ന് പറഞ്ഞു നോക്ക്. നിന്റെ, അത് ഒന്നാമത്തെ. രണ്ടാമത്തെ, പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്, മിസ്യൂസ് ചെയ്യരുത്. ദൈവത്തിൻ്റെ നാമം മിസ്യൂസ് ചെയ്യരുത്. ആ കൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചവരാണ് യഹൂദന്മാർ. BC 2-ാം നൂറ്റാണ്ടിൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും, പരീശന്മാരൊക്കെ അന്നാണ് ഉണ്ടാകുന്നത്, അവർ ഈ കൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ട് അവരെ ബൈബിളിൽ പറയാത്തൊരു കാര്യം അവർ പറഞ്ഞു. അവർ പറഞ്ഞത്, ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കലെന്നല്ലേ കൽപ്പനയുള്ളത്. അതുകൊണ്ട് ദൈവം എന്ന വാക്ക്, അല്ലെ യഹോവ എന്ന വാക്ക് നാം നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. യഹോവ എന്നുള്ള വാക്ക് ബൈബിളിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു യഹൂദൻ പരസ്യ സ്ഥലത്ത് വായിക്കുമ്പോൾ ആ വാക്ക് ഉച്ചരിക്കത്തില്ല. അവൻ 2-3 സെക്കൻഡ് നിശബ്ദത പാലിക്കും, എന്നിട്ട് വായന തുടരും. അപ്പോൾ കേൾവിക്കാർക്ക് മനസ്സിലാകും അവിടെ യഹോവ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ പരീശന്മാരുണ്ടാക്കിയ നിയമങ്ങളാണ്. കുറച്ച് അതിൻ്റെ നന്മയുണ്ട്, തിന്മയുണ്ട്. അപ്പോൾ യഹൂദൻ ഒരു വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവം എന്നുള്ള വാക്ക്, യഹോവ എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ഉപയോഗിക്കാൻ പറ്റും? അതിന് പകരം അവരുപയോഗിച്ച വാക്കാണ് കർത്താവ്, അഡോണായി. അതുപോലെ സ്വർഗം എന്ന വാക്ക് അവർ ഉപയോഗിച്ചു, സ്വർഗം. അതിന് വേറെ തെളിവുണ്ട്. ഈ കർത്താവ് ഈ മുടിയൻ പുത്രൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ഈ പുത്രൻ മടങ്ങി വന്ന് അപ്പനോട് പറയുന്ന ഒരു ഏറ്റുപറച്ചിലുണ്ട്. എന്താ പറയുന്നത്? അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ കാഴ്ചപ്പാടിൽ സ്വർഗം ഒരു സ്ഥലമാണല്ലേ? സ്വർഗം സ്ഥലമാണ്, ശരിയാണ്. ഒരു സ്ഥലത്തോട് നമുക്ക് പാപം ചെയ്യാൻ പറ്റുമോ? ഈ സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരക്കരയാണ്. നിങ്ങൾ ആരെങ്കിലും കൊട്ടാരക്കരയോട് പാപം ചെയ്തിട്ടുണ്ടോ? കൊട്ടാരക്കരയിലെ വിശ്വാസത്തോട് വേണമെങ്കിൽ പാപം ചെയ്യാം, പക്ഷെ കൊട്ടാരക്കരയോട് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്ഥലമല്ലേ? അപ്പോൾ അതെല്ലാം യഹൂദ പശ്ചാത്തലമാണ്. കർത്താവ് നോക്കുക, കർത്താവ് യഹൂദനാണ്, യഹൂദന്മാരുടെ ഭാഷയിലാണ് ആ ഉപമ പറയുന്നത്. അതുകൊണ്ട് അവരെ വ്രണപ്പെടുത്താതിരിക്കാനാണ് ഞാൻ സ്വർഗത്തോടും നിന്നോടും. ഒരു യഹൂദൻ അങ്ങനെ പറയത്തുള്ളൂ. അത് തന്നെയാണ് മത്തായും ചെയ്യുന്നത്. ദൈവരാജ്യം എന്നുള്ള പദം കഴിയുന്നത് ഒഴിവാക്കി അങ്ങനെ പറയത്തില്ല, സ്വർഗരാജ്യം സ്വർഗരാജ്യം എന്ന മത്തായി പറയുന്നത്. എന്നാൽ ലൂക്കോസിന് ആ പ്രശ്നമില്ല. ലൂക്കോസ് ആരാ? യവനനാണ്. ലൂക്കോസിന്റെ കേൾവിക്കാർ യവനന്മാരാണ്, സുവിശേഷം വായിക്കുന്നവർ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമില്ല, ദൈവരാജ്യം എന്ന് പറയാം. യോഹന്നാൻ യഹൂദനായിരുന്നെങ്കിലും യോഹന്നാൻ എഴുതുന്നത് AD 85 ശേഷമാണ്. അന്ന് പ്രധാനമായിട്ട് റോമാക്കാരെയൊക്കെ ഉദ്ദേശിച്ച് എഴുതുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ മുതൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഞാൻ അത്രയും പറഞ്ഞാൽ വിടുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന് മറ്റു തെളിവുണ്ട്. മത്തായി 19 കർത്താവ് തന്നെ പറഞ്ഞു,
ഒട്ടകവും സൂചിക്കൂടെ കിടക്കുന്നതിനേക്കാൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ. അവിടെ സ്വർഗരാജ്യം ദേവരാജ്യം രണ്ട് പദങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്. വായിച്ചു നോക്കിയാൽ അറിയാം, രണ്ടും അടുത്തടുത്ത് വരുന്നുണ്ട്. രണ്ടും പര്യായപദങ്ങളായിട്ട് മത്തായി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് ദൈവരാജ്യം എന്ന് കേൾക്കുമ്പോൾ അതൊരു അനുഭവമായിട്ട് മനസ്സിലാക്കണം. അത് ഭക്ഷണവും പാനീയവും ബാഹ്യമായ ഒന്നുമല്ല, അതൊരു ആന്തരികമായ അനുഭവമാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് നാം ഓരോരുത്തരും ദൈവരാജ്യമായി മാറി. ഇങ്ങനെയുള്ള ദൈവരാജ്യങ്ങളുടെ കൂട്ടമാണ് സഭയെന്ന് പറയുന്നത്. സഭയെന്ന് പറയുമ്പോൾ സഭയിലെ ഓരോ വിശ്വാസിയും ദൈവരാജ്യമാണ്. അങ്ങനെ വേണം നാം മനസ്സിലാക്കാൻ. ഓക്കെ, 9ാമത്തെ ചോദ്യം, നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 20-21 വായിച്ചു. റോമർ 14:20-21. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക, എത്ര രസമായിട്ടാണ് പൗലോസ് പറയുന്നത്. എല്ലാം ശുദ്ധമാണ്, എല്ലാം കഴിക്കാം. പക്ഷെ ഇടർച്ച വരുത്തുമാർ തന്നെ അരുത്. ഒരു കൂട്ടു സഹോദരന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്കണം. കാരണം സ്നേഹമാണ് പ്രധാനം. മറ്റൊരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളൊരു വിട്ടുവീഴ്ച കാണിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ ത്യാഗം ചെയ്യുന്നു. ഭക്ഷണം അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഒരു സാഹചര്യം ഞാൻ പറയാം. ഭക്ഷണത്തിലേക്ക് പിന്നെ വരാം. ശരി, ഇന്ന് നമ്മളെല്ലാം ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ? അതില്ലാത്ത ആരും തന്നെ ഇല്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബൈബിൾ ഉണ്ടോ? ബൈബിളുണ്ട്, പാഠപുസ്തകമുണ്ട്. എൻ്റെ അതുണ്ട്, ഒന്നിൽ കൂടുതൽ ബൈബിളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ പേഴ്സണലായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ഈ മൊബൈലിൽ വായിക്കും. പക്ഷെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ മൊബൈലിലെ ബൈബിൾ നോക്കിയല്ല പ്രസംഗിക്കുന്നത്. ഞാൻ ബൈബിൾ തന്നെ കൊണ്ടുവരും. എന്തുകൊണ്ടാണെന്നറിയാം? നമുക്കറിയാം, നമ്മൾ മാത്രമല്ല, ഇത് തിരിച്ചു പറഞ്ഞാൽ വിശ്വാസികളെല്ലാവരും ഈ ബൈബിൾ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഞാൻ അപ്പോസ്തലനെ കൽപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഒരു പ്രസംഗം തന്നെ വളരെ പൊളൈറ്റായിട്ട് ഈ വിഷയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ വന്നവൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം കയ്യിൽ മൊബൈലുണ്ട്, ബൈബിളും കാണും. പക്ഷെ ദയവ് ചെയ്ത് ഈ പ്രസംഗിക്കുന്ന സമയത്ത് മൊബൈലിലെ ബൈബിൾ നോക്കണ്ട, വേദോസ്തവം തന്നെ തുറന്ന് നോക്കണം. അതിൻ്റെ കാരണം കാരണം ഇതാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഈ സഹോദരൻ മൊബൈലിലെ ബൈബിൾ നോക്കുന്ന വിചാരിക്കുക. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാനിവിടെ പ്രസംഗിക്കുന്നു, ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ബൈബിളാണോ നോക്കുന്നത്, വാട്സാപ്പാണോ, യൂട്യൂബാണോ, അതെനിക്കറിയത്തില്ല. അത് ദൈവത്തിനും അറിയാം, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ? ഞാനിവിടെ കഷ്ടപ്പെട്ട് ബൈബിൾ നോക്കി വായിച്ച് പഠിച്ച് പ്രസംഗിക്കുന്നു. കേൾവിക്കാരെല്ലാം മൊബൈലിൽ ഇങ്ങനെ അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ മൊബൈൽ ചികഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ, അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ? കാര്യം മനസ്സിലായോ? നിങ്ങൾ ബൈബിളായിരിക്കാം നോക്കുന്നത്, പക്ഷെ എനിക്കതറിയത്തില്ല. അപ്പോൾ എനിക്കതൊരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പം ആരെയും കുറ്റം പറയാൻ പറ്റുകയില്ല. ഞാൻ പഴയ തലമുറക്കാരനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ നോട്ട്സൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് മലയാളത്തിൽ കൊണ്ടുവന്നത് തരുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും ഇങ്ങനെ നല്ല പ്രസംഗിക്കുന്നത്, അതെനിക്കറിയാം. അവർക്കെല്ലാം ഐപാഡുണ്ട്, ഗാലക്സി ടാബ്ലറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. ബൈബിളില്ല ആർക്കും. എന്നിട്ട് അതങ്ങോട്ട് നൂത്ത് വെച്ച് സ്ക്രോൾ ചെയ്തൊക്കെ പ്രസംഗിക്കുകയാണ്. കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേ 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രിന്റഡ് ബൈബിളൊന്നും കാണത്തില്ല. ഇതൊക്കെ അന്യം നിന്ന് പോകും. ഉള്ളവർ ബൈബിൾ കളയരുത് കേട്ടോ. ചിലപ്പോൾ കിട്ടാതെ വരുന്ന കാലം വരും. എല്ലാവരും ഉള്ള സൂക്ഷിച്ച് വെച്ചേക്കണം. പിന്നെ അങ്ങനെ ആയോ? അപ്പം ഇനി പ്രസംഗരുടെ ആവശ്യമില്ലല്ലേ? റോബോട്ടിനെ കൊണ്ടുവരുത്തിയാൽ മതി, പ്രസംഗിച്ചോളൂ അല്ലേ? നിങ്ങൾ BTC-കാരൊന്നും ചെയ്തോളല്ലേ കേട്ടോ. ഞങ്ങളുടെ ശുശ്രൂഷ ഇല്ലതാണ്. ഇതെല്ലാം എന്തോ ചെയ്യാൻ അങ്ങനെ പോരുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് പാപമാണോ? ഒരാൾ ഐപാഡ് നോക്കി പ്രസംഗിച്ചാൽ പാപമാണോ? അല്ല, പാപമൊന്നുമല്ല. പക്ഷേ അതൊക്കെ കുറച്ച് ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ കഴിയുന്നത് ഒഴിവാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാവരും ബൈബിൾ കൊണ്ടുവരണം, ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത് വായിക്കണം, പ്രസംഗകരും അത് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ചിലർക്ക് ഇപ്പം ഈ വെളിരാജ്യത്തുനിന്ന് ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ സഭയിലോട്ട് വരും. അവർക്കിത് ശീലമില്ല. ഞങ്ങളുടെ സഭയിൽ അങ്ങനെയുള്ള ഐപ്പാട് നോക്കി നമ്മളതിനകത്ത് അവരോട് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ടോളറൻസ് എല്ലായിടത്തും കാണിക്കണം, തിരിച്ചും ചിന്തിക്കണം. അവർക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തോട്ടെ. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. അതേ പറഞ്ഞതിൻ്റെ താല്പര്യം. നമുക്ക് ബൈബിളുണ്ട്, ബൈബിൾ വായിക്കാൻ അറിയാമെങ്കിൽ കഴിയുന്നതും ഈ ബൈബിൾ തന്നെ കൊണ്ടു നടക്കണം, ബൈബിൾ തന്നെ വായിക്കണം, ബൈബിൾ എടുത്ത് പ്രസംഗിക്കണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പം മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കാതെ നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇപ്പോഴത്തെ ഒരു ആധുനിക ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ പലതും നിങ്ങളൊക്കെ ചിന്തിച്ചാൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതുപോലെ ഇടർച്ച ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. ചിലരുടെ ഡ്രസ് സ്റ്റൈൽ, വേഷം, അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് റെക്കോർഡ് ചെയ്ത് തന്നെ യൂട്യൂബിൽ കൊടുക്കുക നിങ്ങൾ? ഇല്ലല്ലോ. ഇപ്പോൾ പ്രസംഗിക്കാൻ തന്നെ പ്രസംഗർക്ക് പേടിയാണ്. കാരണം എല്ലാം പിന്നെ യൂട്യൂബിലങ്ങ് വന്നു കഴിയും. പിന്നെ അത് കേട്ടുകൊണ്ട് ആളുകൾ വിമർശിക്കാൻ തന്നെ നമ്മളുടെയൊക്കെ ആൾക്കാരുണ്ട്. അതാണ് അവരുടെ മെയിൻ മിനിസ്ട്രി. അതെടുത്ത് ഈ പ്രസംഗം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞ് വിമർശിക്കും. അത് പോട്ടെ, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. നമുക്കറിയാമല്ലോ ബൈബിൾ ഡ്രസ്സിനെ കുറിച്ച് എന്താ പറയുന്നത്? യോഗ്യമായ വസ്ത്രം ധരിക്കണം, മാന്യമായ വസ്ത്രങ്ങൾ. എന്താണ് ആ യോഗ്യതയുടെ വാക്കിനർത്ഥം? ഓരോരുത്തരും ചിന്തിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇപ്പം നമുക്കിപ്പം പ്രസംഗർ എന്തെങ്കിലും ഒരു ഡ്രസ്സിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ ആരോ ഒരു കാവാലോ അനീഷ് കാവാലോ പിന്നെ ഇത് പച്ചയ്ക്ക് പറയും. പുള്ളിക്ക് അതിന് ലൈസൻസ് ഉണ്ട്. അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. അത് കേട്ടോണം. പുള്ളി ഇതെല്ലാം പച്ചയ്ക്ക് പറയുന്ന ആളാണ്. അങ്ങനെ കുറേ പേര് ധൈര്യമുള്ളവരുണ്ട്, പറഞ്ഞോട്ടെ. പക്ഷേ ഇതൊന്നും പറയാൻ വയ്യ. പറയുന്ന ആളിനെ മറ്റുള്ളവർ ക്രൂശിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റൊരാളെ മുറിവേൽപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പൊതുവികാരത്തെ വ്രണപ്പെടുത്താതെ ചെയ്യാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അത് മൊബൈൽ ഉപയോഗിക്കുന്നതാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അതുപോലെ ഭക്ഷണമാണെങ്കിലും. ആ നോട്ട്സിൽ ഉള്ളത് ഞാൻ വായിക്കാം. മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താൻ നാം തയ്യാറാകണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് പരിമിതപ്പെടുത്താൻ നാം തയ്യാറാകണം. മാംസം കഴിക്കുകയോ വീഞ്ഞ് കുടിക്കുകയോ പോലുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ ദുർബലനായ ഒരു വിശ്വാസിയുടെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുകയോ പാപത്തിലേക്ക് നയിക്കുകയോ ചെയ്യുമെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മറ്റൊരു വിശ്വാസിയുടെ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ മറ്റാരെയും മുറിവേൽപ്പിക്കാൻ പാടില്ല. ഞാൻ ഈ ഹഡ്സൺ ടൈലറുടെ ഉദാഹരണം കൂടെ പറഞ്ഞു പോകാം. ഹഡ്സൺ ടൈലറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചൈനയിൽ ആദ്യകാലത്ത് പോയൊരു മിഷണറിയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് പോയ മിഷണറിയാണ് ഹഡ്സൺ ടൈലർ. ഇംഗ്ലണ്ടുകാരനാണ്, സായിപ്പാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ചൈനയിൽ ചെന്നപ്പോൾ മനസ്സിലാക്കിയത്, ഈ ചൈനക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ ചൈനക്കാരെക്കാളിലും വ്യത്യസ്തമായ വേഷമായിരുന്നു അന്നുണ്ട്. അവരുടെ വേഷം വ്യത്യാസമാണ്. അവരുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടുണ്ടോ ചൈനക്കാരുടെ? എല്ലാം കണ്ട ഒരു പിക്റ്റെയിൽ പോലെ എന്തോ ഒരു സാധനം ഇവിടെ പുറകിലിങ്ങനെ, പെണ്ണുങ്ങൾ മുടി പിന്നിടുന്ന പോലെ ഒരു മുടി ഇങ്ങനെ പിന്നിടും അക്കാലത്ത്. ഇപ്പം വ്യത്യാസമായെന്ന് തോന്നുന്നു. അവരുടെ ഭക്ഷണം വ്യത്യാസമാണ്, അവരുടെ ഷൂസ് വ്യത്യാസമാണ്, ഡ്രസ്സ് വ്യത്യാസമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഹഡ്സൺ ടൈലർ ചേർന്നത്. അപ്പോൾ തനിക്ക് മനസ്സിലായി, ഈ ചൈനക്കാരുമായിട്ട് കൂടുതലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കണമെങ്കിൽ, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ സായിപ്പ് ചൈനക്കാരുടെ വേഷം ധരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി താൻ വളരെ ത്യാഗം സഹിച്ചു. അവരെ പോലെ മുടി വെട്ടിച്ചു, അവരുടെ ഡ്രസ്സൊക്കെ മനസ്സിലാക്കി, അവരുടെ വേഷം ധരിച്ചു, അവരുടെ ഷൂസ് ഇട്ടു. പിന്നെ ഭക്ഷണവും അവരെ, ഇന്നത്തെ എനിക്കറിയത്തില്ല, അവർ മറ്റു പലതും കഴിക്കുന്നവരാ. പക്ഷെ അക്കാലത്ത് പ്രധാനമായിട്ടും ചോറും വെജിറ്റബിൾസ് മാത്രമേ അക്കാലത്ത് ഈ ഹഡ്സൺ ടൈലർ ചെന്നിരുന്ന കാലത്ത് അവർ പ്രധാനമായിട്ട് ഭക്ഷിക്കുന്നുള്ളൂ. മറ്റൊന്നും ഭക്ഷിക്കത്തില്ല. ഇന്നിപ്പോൾ തന്നെ കാണുന്ന എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കുന്നതാണ് പറയുന്നത്. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ താൻ ഭക്ഷണ രീതി, അവിടെ വേഷം, ഹെയർ സ്റ്റൈൽ ഇതെല്ലാം മാറ്റി. അങ്ങനെ അവരിൽ ഒരാളായിട്ടാണ് താൻ അവിടെ അനേക വർഷങ്ങൾ ജീവിച്ച് അവരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കി ചൈന ഇൻലാൻഡ് മിഷൻ എന്ന് പറയുന്ന മിഷണറി സൊസൈറ്റി സ്ഥാപിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഹഡ്സൺ ടൈലർ സായിപ്പാണ്, അല്ലെ ഇംഗ്ലണ്ടുകാരനാണ്. തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് തൻ്റെ ഡ്രസ്സ് ഇടാൻ. പക്ഷേ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി താൻ ഇതെല്ലാം ത്യജിച്ചു. ഓക്കെ, 10ാമത്തെ ചോദ്യം. വ്യക്തിപരമായ ബോധ്യങ്ങളെക്കുറിച്ച് പൗലോസ് എന്ത് തത്വമാണ് നൽകുന്നത്? ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തിപരമായ ബോധ്യങ്ങളെ കുറിച്ച് പൗലോസ് എന്ത് തത്വമാണ്, പ്രിൻസിപ്പിളാണ് നൽകുന്നത്? സംശയാസ്പദമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തിപരമായ ബോധ്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതെ അവ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ സൂക്ഷിക്കുക. അങ്ങനെ തന്നെ വ്യക്തമായ വാക്യമുണ്ട്. മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്, അത് നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ സൂക്ഷിക്കുക. അത് 22-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. 21-ാം വാക്യത്തിൽ റോമർ 14:21 പറയുന്നത്, ഒരു വ്യക്തി തൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അയാൾ പാപം ചെയ്യുന്നു എന്നാണ്. കാരണം വിശ്വാസത്തിൽ ചെയ്യാത്തതെല്ലാം ദൈവത്തിന് അപ്രീതികരമാണ്, അല്ലെങ്കിൽ പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കൺവിക്ഷൻസ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കൺവിക്ഷൻസ് നമുക്ക് വേണം,
അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു പക്ഷേ കിടപ്പുണ്ട്. അതാണ് പക്ഷേ. അന്ന് ആ വാചകം ഒന്ന് പൂർത്തീകരിച്ച്, നമ്മുടെ കൺവിക്ഷൻസ് നമുക്ക് ശരിയായിരിക്കാം, പക്ഷേ അത് സഹോദരനെ ഇടർച്ച ഉണ്ടാക്കാതെ നോക്കുകയും ചെയ്യാം. ഇത് രണ്ടും വേണം. എല്ലാം എൻ്റെ കൺവിക്ഷനാണെന്ന് പറഞ്ഞ് ചെയ്യരുത്. അത് സഹോദരൻ ഇടർച്ച വരുത്താതെ നോക്കുകയും ചെയ്യണം. അത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ചില ദിവസങ്ങൾ ആചരിക്കുന്ന കാര്യത്തിൽ, അല്ലെ, ബർത്ത്ഡേ പോലുള്ള ചില ദിവസങ്ങളൊക്കെ ചിലർ വലിയ പ്രാധാന്യം കൽപ്പിക്കും, ചിലർ പ്രാധാന്യം കൽപ്പിക്കുകയില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ ഏതാണെങ്കിലും അതൊന്നും ലിമിറ്റ് വിട്ട് പോകരുത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇന്ന് ഈ പല വിശ്വാസികളുടെയും ഈ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അറിയാം അവർക്ക് എന്താണ് ഏറ്റവും പ്രധാനം എന്നല്ലേ. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. അവരുടെ സ്റ്റാറ്റസ് നോക്കണം. ഞാൻ ചില സുവിശേഷന്മാരുടെ സ്റ്റാറ്റസ് തന്നെ മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം അവരിടുന്നത്, അവരുടെ പിക്നിക്കിന് പോകുന്നതും അവരുടെ കുഞ്ഞുങ്ങളുടെയും മക്കളുടെയും എല്ലാം ബർത്ത്ഡേ പാർട്ടിയും ഇതൊക്കെ തന്നെയാണ് അവർ സ്റ്റാറ്റസ് ഇടുന്നത്. അബദ്ധത്തിൽ പോലും ഒരു വാക്യം ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്രയോ സുവിശേഷ ദൂതുകളുണ്ട്, എത്രയോ വാക്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ രാവിലെ മോർണിംഗ് തോട്ട്സ് പറഞ്ഞ പലരും അയച്ചു തരുന്നുണ്ട്. അതെന്താ ഇടാത്തത്? അല്ലെങ്കിൽ വലിയ ബില്ലിഗ്രാമിനെ പോലുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങളുണ്ട്. ഇതൊന്നും സ്റ്റാറ്റസിലിടാതെ ലോക മനുഷ്യരെ പോലെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും വിശ്വാസികളും ചിലപ്പോഴെങ്കിലും ചില സുവിശേഷന്മാരിടുന്നത്. ആ പ്രവണതയൊക്കെ മാറ്റേണ്ടത് ആവശ്യമാണ്. നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്? അത് നമ്മുടെ സ്റ്റാറ്റസിൽ അറിയണം. സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യരുത്. അതുകൊണ്ട് പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ്. ഈ 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അസൈൻമെൻറ്റ്സ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് തരും. ബലഹീനർ, 15-ാം അധ്യായമാണെങ്കിൽ അതോട് ബന്ധപ്പെട്ട കാര്യം. ബലഹീനരോട് ശക്തരായ വിശ്വാസികൾക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ശക്തർ, ബലഹീനർ എന്നൊക്കെ പറയുന്നത് ഈ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഒരു റിലേറ്റീവാണ്. ഭക്ഷണത്തോടുള്ള ബന്ധത്തിലും ചില ദിവസങ്ങൾ ആചരിക്കുന്ന കാര്യത്തിലുമുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ബലഹീനർ. ഇവിടെ വേറൊരു വാക്കുകൂടെ ഞാൻ അതിൻ്റെ ആൻസർ വായിക്കുന്ന മുമ്പ്, ഈ 1 പത്രോസ് 3:7 ഓർമ്മയുണ്ടോ വാക്യം? ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന കൽപ്പനയാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച്, പിന്നെന്താണ്, സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ രക്ഷയുടെ അവകാശത്തിന് കൂട്ടാളികളാണെന്നും അറിഞ്ഞത് ബഹുമാനം കൊടുക്കുക. അവരുടെ പാത്രം ബലഹീന പാത്രം. എന്താണ് അതിൻ്റെ അർത്ഥം? സ്ത്രീജനം ബലഹീന പാത്രം. ചില കാര്യങ്ങളിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ സഹായിക്കും. ഇംഗ്ലീഷിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അറിയാമോ? വീക്ക് വെസൽ അല്ല, വീക്കർ വെസൽ. വീക്കർ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ അല്ലേ 3 ഡിഗ്രി ഉണ്ടല്ലോ അല്ലേ? വീക്ക്, വീക്കർ, വീക്കസ്റ്റ്. വീക്കർ വെസൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി ആ വാക്യം വായിച്ചപ്പോൾ? സഹോദരന്മാർക്ക് എന്ത് മനസ്സിലായി? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവർ ബലഹീനർ, നമ്മളാരാണ്? പുരുഷന്മാർ പറഞ്ഞ ആരാണ് വലിയ? ഓപ്പോസിറ്റ് എന്തുവാ? ശക്തർ അല്ലേ? അങ്ങനെയല്ലേ ധരിക്കുന്നത്. ഞാനും പണ്ടങ്ങനെ ചിന്തിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലായത് മറ്റേ വീക്കർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ബൈബിൾ എന്ത് കൃത്യമാണ്. അപ്പോൾ സ്ത്രീകൾ അല്ലെ ഭാര്യമാർ വീക്കറാണ്, സമ്മതിച്ചു. അപ്പോൾ ഭർത്താവോ ശക്തൻ എന്നാണ് എൻ്റെ അർത്ഥം. റിലേറ്റീവ് ആകുമ്പോൾ എന്താണ് പറഞ്ഞത്? യു ആർ വീക്ക് ബട്ട് ഷീ ഈസ് വീക്കർ എന്നാണ് അവർ പത്രോസ് ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരും ബലഹീനരാണ്, പക്ഷെ അവർ താരതമ്യേന കൂടുതൽ ബലഹീനരാണ്. അത്രയുള്ള അർത്ഥം. എല്ലാവരും ബലഹീനരാണ് അല്ലേ? റോമർ 5 പറയുന്ന പോലെ നാം ബലഹീനരാകുമ്പോൾ കർത്താവ് സ്നേഹിച്ചു. പുരുഷനും സ്ത്രീ എല്ലാം ബലഹീനരാ, പക്ഷേ താരതമ്യേന കൂടുതൽ ബലഹീനരാണ്. അറിയാം, ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾ കുറച്ചും കൂടെ ബലഹീനരാണ്, താരതമ്യമാണ്. അതുകൊണ്ട് ഈ ബലഹീനർ ശക്തത കേൾക്കുമ്പോൾ ആ അർത്ഥത്തിൽ, അത് ആ റിലേറ്റീവ് സെൻസ് ഞാൻ പിന്നീട് റിപ്പീറ്റഡായിട്ട് പറയുന്നു, ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. എല്ലാവരും ബലഹീനരാണ്, സ്ത്രീകൾ കൂടുതൽ ബലഹീനരാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ബലഹീനരും ശക്തരെന്നൊക്കെ പറയുമ്പോൾ ഈ അർത്ഥത്തിൽ എല്ലാവരും ബലഹീനരാണ്, മറ്റൊരു കൂടുതൽ ബലഹീനരാണ് എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ശക്തരെന്ന് അഭിമാനിക്കുന്ന വിശ്വാസികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, മറക്കരുത്. ശക്തർക്ക് ഉത്തരവാദിത്വമുണ്ട് അല്ലേ? ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ വാക്യം ഉൽപ്പത്തിയിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ്. ഈ കയീൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം കയ്യനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ? എന്താ ചോദിക്കുന്നത്? നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടൊരു തർക്കുത്തരവാണ് കയ്യൻ പറയുന്നത് അല്ലേ? എന്താണ് കയ്യൻ പറഞ്ഞത്? ഞാൻ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ വിടുകയാണ്. ആ ചോദ്യത്തിന് കയ്യൻ ശരിക്കും ഉത്തരം, പക്ഷേ നമുക്ക് ഉത്തരം അറിയാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്?
ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? യെസ് ആണോ നോ ആണോ എൻ്റെ ഉത്തരം? ചിന്തിക്കുക, നമ്മുടെ കോൺടെക്സ്റ്റ് ചിന്തിക്കുക. കാവൽക്കാരനാണോ? യെസ്. അത് ഇംപ്ലൈഡാ. കയ്യൻ ആദ്യത്തെ ദുഷ്ടൻ എന്നാണ് പറയുന്നത്. തർക്കുത്തരം പറഞ്ഞ അങ്ങ് ഒഴിഞ്ഞു. റിമെമ്പർ, വി ഓൾ ആർ ദി വാച്ച്മാൻ ഓഫ് അവർ ബ്രദേഴ്സ്. നമ്മൾ കാവൽക്കാരാ, നമുക്ക് ഉത്തരവാദിത്വം. അതാണ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്, അല്ലേ? ഈ പുതിയ നിയമത്തിൽ വിശ്വാസികൾക്കുള്ള നല്ല പേരാണ് സഹോദരന്മാർ, അല്ലേ? ഞങ്ങളത് സഭയുടെ പേരായിട്ട് അങ്ങ് എടുത്തു, ബ്രദറൻ. എന്താണ് സാഹോദര്യം? ഇതാണ് അന്യോന്യമുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ പൗലോസ് പിന്നെ അതാ പറയുന്നത്, നിങ്ങൾ കുറച്ച് പേര് സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താ? ബലഹീനരെ താങ്ങണം, കരുതണം, സ്നേഹിക്കണം. അപ്പോൾ അത് കുടുംബത്തിലും ശരിയാണ്. ഇപ്പോൾ ഭർത്താവ് വീക്ക് വെസലും മറ്റേ വീക്കറുവാണെങ്കിൽ ഭർത്താവിനാ കൽപ്പന, ബലഹീനരെ എന്ത് ചെയ്യണം? ബലഹീനയായ ഭാര്യയെ കൂടുതൽ താങ്ങണം, കരുതണം. അല്ലാതെ നമുക്കുള്ള ശക്തി എന്നുള്ളത് നമുക്ക് അഹങ്കരിക്കാനുള്ള ഒന്നുമല്ല, പിന്നെയോ അത് കൂടുതൽ നമുക്ക് താഴ്മയോടെ കരുതാൻ വേണ്ടിയാണ്. ആ പശ്ചാത്തലത്തിൽ വേണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. റോമർ 15:1, ശക്തരായ വിശ്വാസികൾ വിശ്വാസത്തിൽ പക്വത കുറഞ്ഞവരുടെ, അതാണ് ബലഹീനത, ബലഹീനതകളും പരിമിതികളും ക്ഷമയോടെ സഹിക്കണം. പക്വത കുറഞ്ഞവരുടെ ബലഹീനതകളും പരിമിതികളും ക്ഷമയോടെ സഹിക്കണം. ബലഹീനരെ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും ആത്മീക വർധന വരുത്താനും അവരുടെ, അവിടെ അവരെന്ന് വെച്ചാൽ ശക്തരുടെ ശക്തി ഉപയോഗിക്കണം. നമുക്ക് തോന്നുക നമ്മൾ സ്പിരിച്വലി അപ്പോൾ സ്ട്രോങ് ആണ്, ശക്തരാണെന്ന് തോന്നിയാൽ എന്താണ്? നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭയിൽ ബലഹീനരായിട്ടുള്ളവരെ നമ്മൾ കൂടുതൽ കരുതണം. പ്രത്യേകിച്ച് നമ്മുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെ ഈ മറ്റ് അക്രൈസ്തവ പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ ഒരു പക്ഷേ അടുത്ത കാലങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവർ കാണും, അല്ലേ? അങ്ങനെയുള്ളവർ പല സഭകളിലും കാണും. എനിക്കൊന്ന് പെന്തക്കോസ്ത് സഭകളിലൊക്കെ കൂടുതലുണ്ട്, കാരണം സഭകൾ അത്രയുമില്ല. അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? പലപ്പോഴും വരുന്ന കുഴപ്പം, നമ്മുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലേ? നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളല്ലേ, നമ്മുടെ ഒരു ഹൈ സ്റ്റാൻഡ്, അത് വെച്ച് ഇവരെ അളക്കാൻ ശ്രമിക്കരുത്. ഇവർ പുതിയ വിശ്വാസികളാണ്, മറ്റൊരു പശ്ചാത്തലത്തിൽ കടന്നു വന്നവരാണ്, അവരാരും സൺഡേ സ്കൂളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഹൈ സ്റ്റാൻഡേർഡ് വെച്ച് അളക്കാനും മാർക്കിടാനും കുറ്റപ്പെടുത്താനും വിധിക്കാനും ശ്രമിക്കരുത്. അതാണ് ഈ ബലഹീനരെ നമ്മൾ താങ്ങണം, അവരുടെ സാഹചര്യം മനസ്സിലാക്കണം. അവർ ചെയ്യുന്ന ചില തെറ്റെന്ന് തോന്നിയാൽ സ്നേഹത്തിൽ വിളിച്ചുകൊണ്ടുപോയി വ്യക്തിപരമായിട്ട് ഗുണദോഷിച്ച് പഠിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരണം. അതാണ് ബലഹീനരെ താങ്ങുക എന്ന് പറയുന്നത്. അടുത്ത വാചകം, ബലഹീനരെ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും ആത്മീക വർധന വരുത്താനും അവരുടെ ശക്തി ഉപയോഗിക്കണം. അടുത്ത വാചകം, അവരെ ഇടറാൻ ഇടയാക്കുന്നതിന് പകരം, ഇടറാന്ന് വെച്ചാൽ ഇടറി വീഴുക, ഇടറി പാപത്തിൽ വീഴുക, അങ്ങനെ ഇടയാക്കുന്നതിന് പകരം വളരാൻ സഹായിക്കണം. വളരെ പ്രോത്സാഹനം ആവശ്യമാണ്. എല്ലാവരും ആത്മീയമായിട്ട് വളരത്തില്ല, പിന്മാറിപ്പോകാനുള്ള സാധ്യത അവർക്ക് വളരെ കൂടുതലാണ്. അങ്ങനെ പിന്മാറിപ്പോയാൽ നമ്മളും കൂടെ അതിന് ഉത്തരവാദി. അവരെ പിന്മാറിപ്പോകാതെ അവരെ സ്നേഹിച്ച് കരുതി ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതാണ് ക്രിസ്തുതുല്യമായ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രകടനം. ക്രിസ്തുതുല്യമായ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രകടനം എന്താണ്? ബലഹീനരെ താങ്ങുക. അവർക്കുണ്ടാകുന്ന വിട്ടുവീഴ്ചകൾ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കണം, അവരെ ഉപദേശിക്കണം. അല്ലെ, അവർ ഒരു ദിവസം യോഗത്തിന് വന്നത് അപ്പോഴത്തേക്ക് അവരെ അങ്ങ് എന്താണ് വേണ്ടത്, അവിശ്വാസികളെ പോലെ മുദ്ര കുത്തരുത്. പലപ്പോഴും യോഗത്തിന് വരാത്തവരെ കുറ്റം പറയുന്നവരുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, ഈ കുറ്റം പറയുന്നവരാരെങ്കിലും യോഗത്തിന് വരാതിരിക്കുന്ന വ്യക്തികളെ പോയി സന്ദർശിക്കാറുണ്ടോ? നിങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം, ഞാൻ ജനറലായിട്ട് ഞാൻ ചോദിക്കാം. അവരെ സന്ദർശിക്കുക, അന്ന് ഫോൺ വിളിക്കാറ് പോലും ഇല്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും ഫോണുണ്ട്. എത്ര പേര് ഞായറാഴ്ച വരാത്ത കൂട്ടു സഹോദരനെയോ സഹോദരിയോ ഒന്ന് വിളിച്ച് അന്വേഷിക്കാറുണ്ട്? അവർ വരാത്തതിന് അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അത് മാനസികമാകാം, സാമ്പത്തിക മറ്റ് പ്രശ്നങ്ങളാകാം. അതൊന്നും അന്വേഷിക്കാതെ അവർ ആത്മീയരല്ല, ഞായറാഴ്ച വരത്തില്ല എന്ന് പറഞ്ഞ് അവരെ മുദ്രയടിക്കരുത്. അതാണ് ബലഹീന വിശ്വാസം നമ്മൾ താങ്ങി കൊണ്ടുപോകണം. ഓക്കെ, ഞാൻ അത്രയും തൽക്കാലം നിർത്തുകയാണ്. വിഷയം തീർന്നുകൊണ്ടില്ല, നാളെ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോഴങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫൈനൽ എക്സാമിനേഷനും ചോദിക്കുന്ന അതിൻ്റെ 90% ചോദ്യങ്ങളും ഇതിനകത്ത് തന്നെ ഉള്ളതായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഇതിനകത്തില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ വല്ലതും ചോദിക്കും, അത്രയേ ഉള്ളൂ. അത് പക്ഷേ എല്ലാം എൻ്റെ നോട്ട്സിലുള്ളതാണ്. അപ്പോൾ അന്നത്തെ നിങ്ങളുടെ പരീക്ഷ കുറച്ചുകൂടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈസി ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ നോട്ട്സ് നോക്കി ഇതിൻ്റെ എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് വരണം. ഒന്നാമത്തെ വാർത്ത ഞാൻ പറയാം, യഥാർത്ഥ ഇസ്രായേലിനെ നിർവചിക്കുന്നത് ദൈവത്തിൻ്റെ എന്താണ്? ഓർമ്മയുള്ളവർ പറഞ്ഞ്, പരമാധികാര ഡാഷ് ആണ്, വംശാവലി അല്ല. പരമാധികാര പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പാണ്. അതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ഉത്തരം എന്ന് പറയാം, ഇസ്രായേലിൻ്റെ നിരസിക്കൽ അന്തിമമല്ല,
കറക്റ്റ്. ഒരു ശേഷിപ്പ് അവശേഷിക്കുന്നു. ഓർമ്മയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. 3, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് ശാപഗ്രസ്തനാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് എന്നേക്കുമായി വിച്ഛേദിക്കപ്പെട്ട് നിത്യ ന്യായവിധിക്ക് വിധേയനാകുക എന്നാണ് അർത്ഥം. എഴുതിക്കോ, നിത്യ ന്യായവിധിക്ക്. ഫിലിപ്പ് ബ്ലാങ്ക്സ് എഴുതാം, നിത്യ ന്യായവിധിക്ക്. 4-ാമത്തേത് ഇസ്രായേലിന് ദൈവം മശിഹായിൽ കൂടിയുള്ള വീണ്ടെടുപ്പിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനങ്ങൾ നൽകി. മശിഹായിൽ കൂടിയുള്ള വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനങ്ങൾ നൽകി. വെറും വാഗ്ദാനങ്ങളല്ല, വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനങ്ങൾ നൽകി. 5, കരുണ ദൈവം ആർക്കും ഡാഷ് ഒന്നല്ലെന്ന് പൗലോസ് വിശദീകരിക്കുന്നു. എന്താണ്? ആർക്കും കടപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. കരുണ ആർക്കും കടപ്പെട്ടിരിക്കുന്ന ഒന്നല്ല, കരുണ ദാനമാണ്. ഇസ്രായേൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചതിനാൽ ക്രിസ്തു അവർക്കൊരു ഇടർച്ചക്കല്ലായി മാറി. എല്ലാവർക്കും അറിയാം, ഇടർച്ചക്കല്ലായി മാറി. രക്ഷാകരമായ വിശ്വാസത്തിൽ 7-ാമത്തേത് ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. രക്ഷാകരമായ വിശ്വാസത്തിൽ ആന്തരിക വിശ്വാസവും ബാഹ്യമായ എന്തുകൊണ്ട്? റോമർ 10:9 എന്താ പറഞ്ഞേ? യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക. അതാണ് അത്. ഏറ്റുപറച്ചിലും ബാഹ്യമായ ഏറ്റുപറച്ചിലും ഉൾപ്പെടുന്നു. 9, വിശ്വസിക്കാൻ ഒരാൾ കേൾക്കണം, കേൾക്കാൻ ഒരാൾ പ്രസംഗിക്കണം, പ്രസംഗിക്കാൻ ആരെങ്കിലും അയക്കണം. 10, ഏലിയാവിൻ്റെ കാലത്തെ ബാലിനെ വണങ്ങാത്ത ഇന്ന് ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുകയാണ്.